നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് ഈ ദശകത്തിലെ ലാസ്റ്റ് ശ്ലോകങ്ങളായ 9ഉം 10ഉം നോക്കാം. ശ്രീമൻ നാരായണീയം ദശകം 78, രേവതി പരിണയം, രുക്മിണിയുടെ പ്രാർത്ഥന. ശ്ലോകം 9. അകഥയസ്ത്വമഥൈനമയേ സഖേ തദധികാ മമ മന്മഥവേദന നൃപസമക്ഷമുപേത്യ ഹരാമ്യഹം തദയിതാം ദയിതാമസിതേക്ഷണാം. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. അകഥയ സ്ത്വം അഥൈനം അയേ സഖേ തത് അധികാ മമ മന്മഥ വേദന നൃപസമക്ഷം ഉപേത്യ ഹരാമ്യഹം തദയി താം ദയിതാം അസിതേക്ഷണാം. അർത്ഥം: അഥ അനന്തരം, ത്വം അങ്ങ്, അയേ സഖേ സ്നേഹിതനോട്, മമ എൻ്റെ, മന്മഥവേദന കാമവേദന, തദധികാ അവളുടേതിനേക്കാൾ കൂടുതലാണ്, തത് അതുകൊണ്ട്, അയി അല്ലയോ ബ്രാഹ്മണദൂത, അഹം ഞാൻ, ഉപേത്യ അവളുടെ അടുക്കലെത്തിയിട്ട്, അസിതേക്ഷണാം സുന്ദരിയും ദയിതാം പ്രിയയുമായ, താം അവളെ, നൃപസമക്ഷം രാജാക്കന്മാരുടെ മുമ്പിൽ വെച്ച്, ഹരാമി കൊണ്ടുപോരുന്നുണ്ടെന്ന് അകഥയ പറഞ്ഞു. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകളിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. അകഥയ സ്ത്വം അഥൈനം അയേ സഖേ. അകഥയ എന്നുള്ളതിൻ്റെ ഥ എന്ന് നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. അഥൈനം എന്നുള്ളതിൻ്റെ ഥ എന്നും നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. സഖേ എന്നുള്ളതിൻ്റെ ഖേ എന്നും ഉറപ്പിച്ച് പറയണം. തത് അധികാ ഥി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. മമ മന്മഥ ഥ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. വേദന നൃപസമക്ഷം ഉപേത്യ ചേർത്തിട്ട് നൃപസമക്ഷമുപേത്യ ക്ഷ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ഹരാമ്യഹം തദയി താം ദയിതാം അസിതേക്ഷണാം. ക്ഷ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. തദയി എന്ന് കഴിഞ്ഞിട്ട് മെല്ലെ നിർത്താം. അവിടെ ആശ്ചര്യചിഹ്നമുണ്ട്. തദയി താം ദയിതാമസിതേക്ഷണാം. അകഥയസ്ത്വമഥൈനമയേ സഖേ തദധികാ മമ മന്മഥവേദന നൃപസമക്ഷമുപേത്യ ഹരാമ്യഹം തദയി താം ദയിതാമസിതേക്ഷണാം. അടുത്തത് 10ാമത്തെ ശ്ലോകം. പ്രമുദിതേന ച തേന സമം തദ രഥഗതോ ലഘുകുണ്ഡിനമേയിവാൻ ഗുരുമരുത്പുരനായക മേ ഭവാൻ വിതനുതാം തനുതാം നിഖിലാപദാം. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. പ്രമുദിതേന ച തേന സമം തദ് രഥഗതോ ലഘു കുണ്ഡിനം ഏയിവാൻ ഗുരുമരുത്പുര നായക മേ ഭവാൻ വിതനുതാം തനുതാം നിഖിലാപദാം. അർത്ഥം: തത് അപ്പോൾ, പ്രമുദിതേന വളരെ സന്തോഷിച്ചവനായ, തേന ച സമം ആ ബ്രാഹ്മണനോടുകൂടി തന്നെ, രഥഗത രഥത്തിൽ കയറിയവനും, ലഘു വളരെ വേഗം, കുണ്ഡിനം കുണ്ഡിന നഗരത്തെ, ഏയിവാൻ പ്രാപിച്ചവനുമായ, ഭവാൻ അവിടുന്ന്, ഗുരുമരുത്പുരനായക ഗുരുവായൂരപ്പ, മേ എൻ്റെ, നിഖിലാപദാം എല്ലാ ആപത്തുകൾക്കും, തനുതാം ഇളപ്പം, വിതനുതാം വരുത്തിയാലും.
നമുക്ക് ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാൻ നോക്കാം. അതിലത്തെ അക്ഷരങ്ങളും പ്രമുദിതേന ച തേന സമം തദ് ദ എന്നുള്ളത് ദേലത്തെ രഥഗതോ രഥ ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ലഘു ഖു എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. കുണ്ടിനം ഏയിവാൻ കുണ്ടിനമേയിവാൻ ണ്ടി എന്നുള്ള എണ്ണ ഡ എന്നാണ്. ഗുരുമരുത് പുരനായക അവിടെ നിന്ന് മെല്ലെ നിർത്താം. ആശ്ചര്യചിഹ്നമുണ്ട്. മേ ഭവാൻ ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. വിതനുതാം തനുതാം നിഖിലാപദാം ഖി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. പ്രമുദിതേന ച തേന സമം തദ് രഥഗതോ ലഘുകുണ്ടിനമേയിവാൻ ഗുരുമരുത്പുരനായക മേ ഭവാൻ വിതനുതാം തനുതാം നിഖിലാപദാം. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.